എല്ലാവർക്കും അറിയാവുന്ന പോലെ കുറച്ച് കാലമായിട്ട് ഞങ്ങളൊക്കെ നിരന്തരം ഉന്നത പ്രശ്നമാണ്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് തന്നെ ഡോക്ടർ ആരിഫ് തന്നെ രംഗത്ത് വന്ന് ചർച്ച ആയിരിക്കുന്നത്. ഇത് കുറച്ചു കാലമായിട്ട് യാദൃച്ഛിക സംഭവമല്ലല്ലോ. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ആ തീപിടുത്തം ഉണ്ടായപ്പോൾ വലിയ തോതിൽ ചർച്ച വന്നതാണ്. ഒരു ഫയർ സ്റ്റേഷന്റെ കാര്യം പോലും തീരുമാനിക്കാതെ ഫയൽ ഇതേ രീതിയിൽ കിടക്കുന്നത് അന്ന് ചർച്ച ആയതാണ്. അതേപോലെ തന്നെ അവിടുത്തെ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ കുറവ്, മരുന്നിൻ്റെ കുറവ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വലിയ ചർച്ച നടന്നതാണ്. പല സംഭവങ്ങളുണ്ടായതാണ്, പ്രക്ഷോഭങ്ങൾ നടന്നതാണ്. ഞങ്ങൾ അത് ജനപ്രതിനിധികൾ ബാക്കിയുള്ളവരൊക്കെ നിയമസഭയിലും പുറത്തും ഒക്കെ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് ആശുപത്രികളുടെ സ്ഥിതി പൊതുവിൽ മഞ്ചേരി ആശുപത്രി പറയണ്ടല്ലോ. ഇത്ര ഡെലിവറിയും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലത്തുള്ള സൗകര്യക്കുറവ് വാർത്താമാധ്യമങ്ങളൊക്കെ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പൊതു ആരോഗ്യ സ്ഥാപനങ്ങൾ, അത് ജനറൽ ആശുപത്രികളാവട്ടെ മെഡിക്കൽ കോളേജുകളാവട്ടെ, ഏതായാലും വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഇന്നുള്ളത്. പ്രശ്നം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഫണ്ട് കൊടുക്കുന്നില്ല, ഒന്നിനും ഫണ്ട് കൊടുക്കാത്ത അവസ്ഥയാണ്. ഏതിപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ കാര്യം മാത്രമാണ് ഇപ്പം നമ്മൾ പറയുന്നത്. ഓരോ വകുപ്പ് എടുത്ത് നോക്കുകയാണെങ്കിലും ശരി, ഫണ്ട് കൊടുക്കാതെ മുഴുവൻ മരവിച്ച സ്ഥിതിയാണ്. എണ്ണി പറയുകയാണെന്നുണ്ടെങ്കിൽ പലതും റോഡ്, നെല്ല് കർഷകർ, അങ്ങനെ അങ്ങ് പറയാം. നിയമസഭയിൽ ഈ പ്രശ്നം ഉന്നയിക്കുന്നതുകൊണ്ട് ആരോഗ്യരംഗത്തെ മാത്രം പരിമിതപ്പെടുത്തുകയാണ്. ഫണ്ട് കൊടുക്കുന്നില്ല ഒന്നിനും. അല്ല ഇലക്ഷനോ മറ്റോ വരുമ്പോൾ ഒരു കിറ്റ് കൊടുത്ത് രക്ഷപ്പെട്ടാൽ പോരല്ലോ. ആളുകൾക്ക് അതാത് കാലത്ത് പഞ്ചായത്തിന് കൊടുക്കൂല, മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കൂല, ഒന്നിനും കൊടുക്കൂല. ഇത്ര പ്രവർത്തനം നിലച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഇതിന്റെയൊക്കെ ഒരു പ്രതികരണം തന്നെയാണ് നിലമ്പൂരിൽ കണ്ടത്. വനമേഖലയിൽ നമുക്കറിയാം ഇപ്പോൾ ഉള്ള പ്രശ്നം. അതൊക്കെ ഫണ്ടിന്റെ അപര്യാപ്ത തന്നെയാണ്. വകുപ്പിന്റെ കഴിവുറകൾ വന മേഖലയുമായി ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ശരി, അത്യാവശ്യത്തിന് ഫണ്ടുമില്ല. ആരോഗ്യരംഗത്ത് ഏറ്റവും വലിയ പ്രശ്നം ഫണ്ടില്ലാത്തതാണ്. അപ്പൊ അത്യാവശ്യ ഉപകരണങ്ങൾ, അതും രോഗി കിടന്ന് വേദന കൊണ്ട് പുളയുമ്പോൾ, അതുപോലെ തന്നെ ശ്വാസം കിട്ടാതെ വിഷമിക്കുമ്പോൾ, അതുപോലെ അടിയന്തരമായി ശസ്ത്രക്രിയ വേണ്ടി വരുന്ന ഘട്ടങ്ങൾ ഓരോ രോഗത്തിനും ഓരോ അറിയാലോ. ആ സമയത്തുള്ള പ്രശ്നങ്ങൾ കണ്ട് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഹെഡാണെന്നുള്ള ഒന്നും നോക്കാതെ ഇനി നോക്കി എന്നിട്ട് കാര്യമില്ല പറയുന്നേ എന്നുള്ള ഒരു മൂഡിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ആരിഫ് അത് പുറത്തു പറഞ്ഞത്. ഇത് വലിയ ഒരു ഐ ഓപ്പണറാണ്, കണ്ണു തുറപ്പിക്കേണ്ടതാണ് കേരളത്തിന്റെ. എത്ര ശോചനീയമായ അവസ്ഥയിലാണ് സർക്കാരിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റും. ഇപ്പോൾ ഇവിടെ നമ്മൾ വനമേഖലയിൽ ആളുകളെ പുലി പിടിക്കുമ്പോൾ അത് ചർച്ച ചെയ്യും. അതുപോലെ തന്നെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ, കുട്ടനാട്ടിൽ നെല്ല് കിടന്ന് മുളക്കുമ്പോൾ അത് ചർച്ച ചെയ്യും. ഇപ്പം ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ഇത് ചർച്ച ചെയ്യും. ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. ഗവൺമെന്റിന്റെ പ്രവർത്തനം ജനങ്ങൾക്ക് ഒട്ടും ആശ്വാസം നൽകുന്നില്ല. എല്ലാ മേഖലകളും ഫണ്ടിന്റെ അപര്യാപ്തത മൂലം മരവിച്ച് കിടക്കുകയാണ്. പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ്. പഞ്ചായത്തിന് ബോർഡിനെ തെരഞ്ഞെടുത്തിട്ട് എന്താ കാര്യം? ഈ ഗവൺമെന്റാണ് ഭരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് ബോർഡുകളും മുനിസിപ്പൽ കോർപ്പറേഷനും ഒക്കെ അധികാരത്തിൽ വന്നിട്ട് എന്താ കാര്യം? വലിയ പദവിയും പറഞ്ഞിരിക്കുക എന്നല്ലാതെ അവരെയിലൊന്നിനും ഫണ്ടില്ല. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ പോലും ഒരു കാര്യത്തിനും ഫണ്ടില്ല. അല്ല, പിഴവ് എവിടെയാണ് എന്നുള്ളത് അവിടെ വ്യക്തമാണല്ലോ. കാരണം ഒന്ന്, വർക്ക് ചെയ്യുന്നില്ല സിസ്റ്റം. ഒരു ചെറിയ സാധനം വാങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു ഫയല് അതിന്റെ സഞ്ചാരം തുടങ്ങുക,
എന്നിട്ട് അത് പോയി വരാൻ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ പിന്നെ ഉപഗ്രഹങ്ങളിലേക്ക് വിക്ഷേപിച്ച് അവിടെ പോയി വരുന്നതിനേക്കാളും പ്രയാസമാണ്. അത് അൽപ്പായാലൊന്ന് തിരിച്ചെത്തിയ ഒരു തീരുമാനമാണെന്നുണ്ട്. അതിൻ്റെ സഞ്ചാരം കഴിഞ്ഞ് മടങ്ങിയെത്തണം. സിസ്റ്റം അത്ര ഡിലേ. ഉമ്മൻചാണ്ടിയൊക്കെ ജനങ്ങളെ കണ്ടിരുന്നതും അതുപോലെ തന്നെ അതിവേഗം ബഹുദൂരം എന്ന മുദ്രാവാക്യം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതും ഇതുകൊണ്ടാണ്.